പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ഇനിയിപ്പോൾ ഒരു കാണിച്ചു, ഇനിയിപ്പം 7 മണി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതലും ഈ വാർത്തകളൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിന് മുൻപ് നമുക്ക് ദൈവമേ കൈതൊഴാം സെഗ്മെന്റിലേക്ക് പോകാം. നമ്മുടെ കേരളത്തിൽ അപൂർവമായിട്ട് മാത്രമുള്ള ഗുഹാക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രശസ്തമാണ് തിരുവനന്തപുരത്തെ മടവൂർ പാറ ക്ഷേത്രം. 10 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പല്ലവ കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ചു എന്ന് കരുതപ്പെടുന്ന ക്ഷേത്രം പാറ തുരന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഗുഹാക്ഷേത്രങ്ങളിൽ ഏറെയും ജൈന ക്ഷേത്രങ്ങളാണെങ്കിലും മടവൂർ പാറയിലേത് ശിവക്ഷേത്രമാണ്. അപ്പോൾ ആ വിശേഷങ്ങളാണ്. ആയിരം വർഷങ്ങൾക്ക് മുൻപ് ഏതാണ്ട് 900 ആണ്ടിൽ പണിത ഒരു ഗുഹാക്ഷേത്രം. പുറത്തുനിന്ന് ഒരു തരി മണ്ണ് കൊണ്ടുവരാതെ പൂർണ്ണമായും പാറയിൽ തുരന്ന് പണിത ക്ഷേത്രവും വിഗ്രഹങ്ങളും കാണാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പാറ തുരന്ന് മനുഷ്യൻ പണിത അത്ഭുതം. 33 പടികൾ കയറിയാൽ ഗുഹാക്ഷേത്രത്തിലെത്താം. അവിടെ 2 പുത്രന്മാരോട് ചേർന്ന പാർവതീ സമേതനായ പരമേശ്വരൻ എന്ന ഭാവത്തിൽ ആരാധനാ സങ്കല്പം. സമുദ്രനിരപ്പിന് 300 അടി മുകളിൽ നിലകൊള്ളുന്ന മടവൂർ പാറ മഹാശിവക്ഷേത്രം. 18 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന മടവൂർ പാറയുടെ ഉള്ളിലേക്ക് ചതുരാകൃതിയിൽ തുരന്നാണ് ക്ഷേത്രം നിർമ്മിച്ചത്. ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ, ശ്രീകോവിൽ, തൂണുകളെല്ലാം പാറയിൽ തീർത്തതാണ്. നമ്മളിവിടെ അടുത്താണ്, വട്ടിയൂർക്കാവാണ് താമസം. അപ്പോൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും വന്ന് തൊഴാൻ പറ്റിയിട്ടില്ല. ഇന്നാണ് വരുന്നത്. മനസ്സിന് നല്ലൊരു സമാധാനവും നല്ലൊരു അന്തരീക്ഷമാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ ഗുഹാക്ഷേത്രങ്ങളിലൊന്നാണ്. അതിനു പുറമെ ഒരു മലയുടെ താഴ്വാരത്തിലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു പവിത്രതയും കാര്യങ്ങളും ഇതിലേക്ക് വരുന്നുണ്ട്. കാട്ടുമൃഗങ്ങൾ വിഹരിച്ചിരുന്ന കാലത്ത് ക്ഷേത്ര സങ്കേതത്തിൽ പാർത്തിരുന്നത് തപസ്വികളായിരുന്നെന്നാണ് ചരിത്രം. അവിടെ നിന്ന് ക്ഷേത്രം വളർച്ചയുടെ പടികൾ കയറുന്നത് പുരാവസ്തു വകുപ്പും ശ്രീരാമദാസ ആശ്രമ മിഷനും ഏറ്റെടുത്തതിന് ശേഷമാണ്. ഇപ്പം ഇവിടെ വന്ന് കൈയെടുക്കാത്തവരില്ല. അത് എന്തെന്ന് വെച്ചാൽ ഇവിടെ കുടുംബമാണ്. ശിവനും പാർവതിയും 2 മക്കളും. 3 വർഷം കൊണ്ടാണ് കാവടി നടത്തണേ. ഇപ്പം കാവടിക്ക് ഭയങ്കര പുരോഗമനം വന്നു. അപ്പോഴെല്ലാവരും കേൾക്കും ശിവക്ഷേത്രത്തിൽ എന്താണ് കാവടി നടത്തണേന്ന് കേൾക്കും. ഇപ്പോഴിവിടെ മുരുകൻ ഇപ്പം വളർന്ന് നമുക്കിപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴാണ് നമുക്ക് തെളിഞ്ഞാണ്. ഭഗവാന്റെ ഗണപതിയുടെ രൂപം മാത്രമേ ഉള്ളായിരുന്നു. പല്ലവ വംശത്തിന്റെ കാലത്ത് പണി കഴിപ്പിച്ചതാണ് മടവൂർ ക്ഷേത്രമെന്നാണ് വിശ്വാസം. ചുവരുകളിൽ വട്ടെഴുത്തിന്റെ ശേഷിപ്പുകൾ കാണാം. 100 കണക്കിന് വിശ്വാസികളാണ് ഓരോ ദിവസവും മടവൂർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ദുരിതങ്ങളിൽ നിന്നെല്ലാം ആശ്വാസം തേടി ഈ പടികളെല്ലാം കയറി മനുഷ്യർ ഇവിടെ വരികയാണ്. മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള വിസ്മയത്തിൽ ദൈവവും ഇവിടെ ഇരിക്കുന്നു. രോഹിൻ രാജിനൊപ്പം അർജുൻ രാജ്, ന്യൂസ് മലയാളം, തിരുവനന്തപുരം. മടവൂർ പാറയുടെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ